ബൈത്തുൽ മുഖദ്ദസ് കീഴ്പ്പെടുത്തിയ സന്ദർഭത്തിൽ പോലും ബൈത്തുൽ മുഖദ്ദസ് അധീനപ്പെടുത്തിയിട്ട് അതിന്റെ കീ തരാൻ വേണ്ടിയിട്ട് അതിന്റെ കീ അവിടുത്തെ യഹൂദ റബ്ബിമാരെന്ത് പറഞ്ഞു, ആ കീ കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഖലീഫ നേരിട്ട് ഹാജരാകണം എന്നാണ്. അങ്ങനെ എത്രയോ ദൂരം സഞ്ചരിച്ചിട്ട് ആ കീ വാങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോണ രംഗണ്ട് ചരിത്രത്തിൽ. എന്താണ്, കണ്ടം വെച്ച കുപ്പായി ഇട്ടിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പൊ അവിടെ എത്തുമ്പം അവിടുത്തെ മുസ്ലിങ്ങളുടെ സേനാനായകൻ ഉമർലാവിനെ കാത്തിരിക്കാണ്. ചുവന്ന പരവതാനിക്ക് വിരിച്ചിട്ടാണ് അവിടെ ഉമർലാവിനെ കാത്തിക്കണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ട് പോന്നൂടെ എന്നതാണ്. നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് നിങ്ങൾക്ക് പോന്നൂടെ എന്ന് ചോദിച്ചപ്പം ഉമർലാവിന് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഉമർ നല്ല കുപ്പായിട്ടൊരു കാലുണ്ടായിരുന്നു, ഉമറിന് നല്ല ഡ്രസ്സ് ഇട്ടൊരു കാലുണ്ടായിരുന്നു. ജാഹിലിയത്തിൽ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വളരെ ഉഷാറായിട്ട് മാർക്കറ്റ് ഉക്കാള ചന്തയിലൂടെ നടന്ന ഉമറിനെ അവർക്കറിയാം. ആ ഉമറിന് അന്ന് ഇസ്സത്തില്ലായിരുന്നു. അന്ന് ഉമറിന് ഇസ്സത്തില്ല. ഉമറിന് ഇസ്സത്ത് നൽകിയത് ഇസ്ലാമാണെന്നാണ്. ഇന്ന് ഉമറിന് ഡ്രസ്സേ പ്രശ്നമുള്ളൂ, ഉമറിന് ഇസ്സത്ത് ഉണ്ട് എന്നാണ്. സഹോദരങ്ങളെ, ആ ഒരു കാഴ്ചപ്പാടിലേക്ക് മഹാനായ ഉമർ അള്ളാഹു എത്തിച്ചെന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപകൻ.